ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 സെപ്റ്റംബർ 5-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന അപരാജിത ആൻറ്റി റേപ്പ് ബില്ലിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The bill mandates the death penalty for individuals convicted of rape if the victim dies or is left in a permanent vegetative state. അതായത് ഒരു റേപ്പ് വിക്ടിം മരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പിന്നീട് ഉള്ള കാലം എഴുന്നേറ്റ് നടക്കാൻ, അതായത് പുള്ളി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് മാറുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുറ്റം ചെയ്ത കുറ്റവാളിക്ക് വധശിക്ഷ നൽകാൻ ആണ് ഈ ഒരു ബില്ലിൽ പറയുന്നത്. ഇറ്റ് ഓൾസോ ഇൻട്രൊഡ്യൂസസ് ഡെത്ത് പെനാലിറ്റി ആസ് ദ മാക്സിമം പണിഷ്മെന്റ് ഫോർ ഓൾ റേപ്പ് കേസസ്. അതായത് എല്ലാ റേപ്പ് കേസുകളിലും മാക്സിമം ഡെത്ത് പെനാലിറ്റി വരെ കൊടുക്കാം എന്നുള്ളതും ഈ ഒരു ബില്ലിന്റെ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂ ടു ദ ഓൺഗോയിങ് പ്രൊട്ടസ്റ്റ് ഇൻ കൽക്കട്ട, ദ വെസ്റ്റ് ബംഗാൾ അസംബ്ലി ഹാസ് യുനാനിമസ്ലി പാസ്ഡ് ദ ബിൽ. അതായത് ഇപ്പം ഈ അടുത്ത് ഒരു മെഡിക്കൽ ഡോക്ടറുടെ റേപ്പ് ചെയ്തിട്ടുള്ള ഒരു കൊലപാതകം നടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന്റെ പ്രൊട്ടസ്റ്റ് ഭയങ്കരമായിട്ട് കൊൽക്കട്ടയിൽ നടക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വെസ്റ്റ് ബംഗാൾ അസംബ്ലി ഈ ഒരു ബില്ല് ഐക്യകണ്ഠേന പാസ്സാക്കിയത്. ദ ബിൽ അമെൻഡ്സ് ദ ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 ടു സ്ട്രെങ്തൻ പെനാലിറ്റീസ് ഫോർ സെക്ഷൽ ഒഫൻസസ്. അതായത് നമുക്കിപ്പോൾ IPC CRPC എന്ന് പറയുന്ന ആ പേരുകളില്ല. അതിന് പകരമാണ് IPCക്ക് പകരം പുതിയ പേരാണ് ഭാരതീയ ന്യായ സംഹിത 2023. അതുപോലെ CRPCക്ക് പകരമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. അതുപോലെ തന്നെ പോസ്കോ ആക്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആക്ടുകളെയൊക്കെ അമെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബില്ല് വന്നിരിക്കുന്നത്. അതിലൊന്നും ഈ ഡെത്ത് പെനാലിറ്റി എന്ന് പറയുന്നില്ല ഇങ്ങനത്തെ കേസുകൾക്ക്. അപ്പൊ അതുകൊണ്ട് അത്തരം ആക്ടുകൾ ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്ന BNS അതുപോലെ തന്നെ BNSS അതുപോലെ തന്നെ പോസ്കോ ആക്ടും ഒക്കെ അമെൻഡ് ചെയ്യുകയാണ് ഈ ഒരു ബില്ല് ചെയ്യുന്നത്. എന്നാൽ മാത്രമാണ് സെക്ഷൽ ഒഫൻസുകൾക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. It establishes a district-level Abarajita task force for investigating rape cases and mandates the creation of a special court to expedite trials, aiming to complete investigation within 21 days. അതായത് ഈ ഒരു ബില്ലിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേപ്പ് കേസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഒരു അപരാജിത ടാസ്ക് ഫോഴ്സ് ജില്ലാ തലത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഇതിന്റെ ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കോടതികളും ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ 21 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ബില്ലിന് മെൻഷൻ ചെയ്യുന്ന കാര്യം. The bill enhances punishment for repeat offenders, replacing simple life imprisonment with a rigorous life imprisonment. അതായത് ഈ റേപ്പ് അങ്ങനത്തെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ പിന്നെയും റിപ്പീറ്റ് ആയി ചെയ്യുന്ന ആളുകൾക്ക് സിമ്പിൾ ഇംപ്രിസൺമെന്റിന് പകരം റിഗറസ് ആയിട്ടുള്ള ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ബില്ലിൽ പറയുന്നത്. ക്രിമിനൽ ലോ falls under the concurrent list of Indian Constitution, meaning both state and central legislature can legislate on the subject. However, state laws require the president's approval to take precedence over existing central laws. അതായത് ഈ ഒരു ബില്ലിംഗ് ഈ പറയുന്ന പ്രൊവിഷനോട് കൂടിയൊക്കെ വെസ്റ്റ് ബംഗാൾ അസംബ്ലി പാസ്സാക്കി. പക്ഷെ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ ലോ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിൽ ഒരു സബ്ജക്റ്റ് വന്നാൽ അത്തരം സബ്ജക്റ്റുകളിൽ സ്റ്റേറ്റിനും സെന്ററിനും നിയമങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ സെന്ററിന്റെ ലോയിനെ മറികടക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ് നിയമം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോ പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ അപ്രൂവൽ ആവശ്യമാണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ അപരാജിത ബില്ല് ക്രിമിനൽ ലോ ആണ്. അപ്പൊ അതുകൊണ്ട് അത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതുകൊണ്ട് പ്രസിഡന്റും കൂടി അപ്രൂവ് ചെയ്താലാണ് ഇത് പ്രാബല്യത്തിൽ വരുള്ളൂ.
Without presidential assent, the provisions of Aparajita bill cannot be enforced, rendering them ineffective despite being passed by the respective state assemblies. അതായത് ഏതൊക്കെ സ്റ്റേറ്റ് അസംബ്ലീസ് ഇതുമായി ബന്ധപ്പെട്ട് ബില്ല് പാസ്സാക്കിയാലും പ്രസിഡൻഷ്യൽ അസന്റ് ഇല്ലാതെ ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് നമുക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് GNSS ബേസ്ഡ് ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സിസ്റ്റം. GNSS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിനെയാണ് ഷോർട്ടാക്കി നമ്മൾ GNSS എന്ന് പറയുന്നത്. അപ്പോൾ GNSS യൂസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണെന്നാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പോവാണ്. അതായത് ഇപ്പോൾ നമുക്ക് സാധാരണ ടോൾ ബൂത്തുകളുണ്ട്, പിന്നെ അവിടെയാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഫാസ്റ്റ് ടാഗ് ഉണ്ട്, അങ്ങനത്തെ മെക്കാനിസംസ് ആണുള്ളത്. അതിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് GNSS ബേസ്ഡ് ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സിസ്റ്റം ആക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. ഇറ്റ് ലെവറേജസ് global navigation satellite system technology to enable automatic location-based toll collection on highways without the need for physical toll booths. അപ്പോൾ GNSS ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടോൾ കളക്ഷൻ പോയിന്റ്സ് അല്ലെങ്കിൽ ടോൾ കളക്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഹൈവേയിൽ ഇങ്ങനത്തെ ടോൾ കളക്ഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ ടോൾ ബൂത്ത്സ് നമുക്ക് ഇനി മുതൽ ആവശ്യം വരില്ല. Unlike traditional toll collection systems where vehicles stop at toll gates, GNSS-based ETC system uses satellite positioning to determine the vehicle's location and calculate the toll charges based on the distance traveled. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ടോൾ കളക്ഷൻ സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത്, ഒരു വെഹിക്കിൾ ടോൾ ബൂത്തിൽ സ്റ്റോപ്പാക്കി അവരവിടെ ക്യാഷ് പേ ചെയ്തിട്ട് പോകും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് GNSS ബേസ്ഡ് ETC സിസ്റ്റത്തിൽ ചെയ്യുന്നത് സാറ്റലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ വെഹിക്കിളിന്റെ പൊസിഷൻ അഥവാ വെഹിക്കിളിന്റെ ലൊക്കേഷൻ കണ്ടെത്തും. എന്നിട്ട് ഈ ഒരു വെഹിക്കിൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് അടിസ്ഥാനമാക്കിയായിരിക്കും ടോൾ ചാർജസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. The Ministry of Road Transport and Highways has developed a geographical information system based software for real-time monitoring of congestion at toll plazas starting with 100 plazas. അതായത് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. എത്രത്തോളം ടോൾ പ്ലാസകളിൽ കൺജഷൻ ഉണ്ട് എന്നുള്ളത് റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം ഏകദേശം 100ഓളം ടോൾ പ്ലാസാസിലാണ് ഈ ഒരു മിനിസ്ട്രി ഇപ്പോൾ മോണിറ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ബേസിസിൽ പതിയെ ഈ ഒരു പറഞ്ഞ ടോൾ പ്ലാസ 100ഓളം ടോൾ പ്ലാസയിൽ ഈ പറയുന്ന GNSS ബേസ്ഡ് ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സിസ്റ്റം കൊണ്ടുവരും. ഒരു പെർട്ടിക്കുലർ ലൈൻ അതിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്യും. ബാക്കിയൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ളത് തന്നെ തുടരും. പിന്നെ പതിയെ പതിയെ ഇത് മൊത്തത്തിൽ ഇത് വ്യാപിപ്പിക്കും എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടേം ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് UG എക്സാം ഡിസ്മിസ് ചെയ്യണമെന്നും പറഞ്ഞ് കുറേ മെഡിക്കൽ സ്റ്റുഡൻസ് ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. പക്ഷെ സുപ്രീം കോടതി അത് ഡിസ്മിസ് ചെയ്തു. അപ്പോൾ ആ ഹർജിക്കെതിരെ ഇപ്പോൾ ആ സ്റ്റുഡൻസ് എന്ത് ചെയ്തിരിക്കുകയാണ്, റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് റിവ്യൂ പെറ്റീഷൻ, ആർക്കാണ് അത് ഫയൽ ചെയ്യാൻ പറ്റുക, എന്താണ് അതിന്റെ കോർട്ട് പ്രൊസീഡിങ്സ്, അതൊക്കെ നമുക്കൊന്ന് നോക്കി പോവാം. ആർട്ടിക്കിൾ 137 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ allows സുപ്രീം കോർട്ട് ടു റിവ്യൂ എനി ഓഫ് ഇറ്റ്സ് ജഡ്ജ്മെന്റ്സ് ഓർ ഓർഡേഴ്സ്. അതായത് 137 ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിക്ക് അവരുടെ ജഡ്ജ്മെന്റ്സിലോ അല്ലെങ്കിൽ ഓർഡേഴ്സിലോ എന്തെങ്കിലും റിവ്യൂ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യാനുള്ള അധികാരമുണ്ട്. corrects patent errors and not minor mistakes. It is not an appeal. It does not involve reevaluating the entire case but correcting grave errors resulting in a miscarriage of justice. അതായത് ഇതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുന്നതിനൊന്നും റിവ്യൂ പെറ്റീഷൻസ് അലൗഡ് അല്ല. വളരെ വ്യക്തമായ അല്ലെങ്കിൽ സ്പഷ്ടമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റിവ്യൂ പെറ്റീഷന്റെ ഉദ്ദേശം. ഇതൊരു അപ്പീലല്ല, ഒരു ഹർജിയല്ല. എൻ്റയർ കേസ് മൊത്തത്തിൽ ഇത് റിവാലുവേറ്റ് ചെയ്യുന്നില്ല. ഈ ഗ്രേവ് എറർ എന്താണെന്ന് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യുക
അപ്പൊ അവർക്ക് കിട്ടാതെ പോയിട്ടുള്ള ആ ഒരു നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ക്യാൻ ബി ഫൈൽഡ് ബൈ എനി പേഴ്സൺ അഗ്രീഡ് ബൈ എ റൂളിംഗ് നോട്ട് നെസസർലി ദ പാർട്ടി ടു ദ കേസ്. അതായത് ഈ ഒരു ജഡ്ജ്മെന്റ് കാരണം ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ അഗ്രീഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം. അല്ലാതെ ഇതിന് മുന്നത്തെ ആ ഒരു കേസ് അല്ലെങ്കിൽ ഹർജി കൊടുത്ത ആ പാർട്ടി തന്നെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്നില്ല. ഈ ഒരു ഹർജി കാരണം അല്ലെങ്കിൽ ഈ ഒരു ജഡ്ജ്മെന്റ് കാരണം എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അഗ്രീഡ് പേഴ്സൺസ് ആർക്ക് വേണമെങ്കിലും ഈ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാം. മസ്റ്റ് ബി ഫൈൽഡ് വിത്തിൻ 30 days ഓഫ് ജഡ്ജ്മെന്റ് ഓർ ഓർഡർ. 30 ദിവസത്തിനുള്ളിൽ ജഡ്ജ്മെന്റ് വന്ന് അല്ലെങ്കിൽ ഓർഡർ വന്ന് 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം റിവ്യൂ പെറ്റീഷൻ. ഇനി എന്തെങ്കിലും ഒരു സ്ട്രോങ് റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് ഡിലേ ചെയ്യാം. സ്ട്രോങ് റീസൺ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡിലേ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അത് ജസ്റ്റിഫൈ ചെയ്താൽ മാത്രമാണ് റിവ്യൂ പെറ്റീഷൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. റിവ്യൂ പെറ്റീഷൻ ആർ യൂഷ്വലി ഹേർഡ് ത്രൂ സർക്കുലേഷൻ വിത്തൗട്ട് ഓറൽ ആർഗ്യുമെന്റ്സ്. അതായത് പ്രത്യേകിച്ച് വാദപ്രതിവാദങ്ങളൊന്നും നടക്കില്ല. സർക്കുലേഷൻ വഴിയാണ് പെറ്റീഷൻ കേൾക്കുക കോടതി. ഇൻ എക്സെപ്ഷണൽ കേസസ് ഓറൽ ഹിയറിംഗ്സ് മേ ബി അലൗഡ് എസ്പെഷ്യലി ഇൻ ഡെത്ത് പെനാലിറ്റി കേസസ്. പിന്നെ ചില പ്രത്യേക കേസുകൾ, അതായത് ഇപ്പോൾ വധശിക്ഷയ്ക്കൊക്കെ വിധിക്കപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ വാദപ്രതിവാദങ്ങൾ പിന്നെയും നടത്തിയേക്കാം. ഹേർഡ് ബൈ സെയിം ബെഞ്ച് ഓഫ് ജഡ്ജസ് ഹൂ ഡെലിവേർഡ് ദ ഒറിജിനൽ ജഡ്ജ്മെന്റ് ഓർ ഓർഡർ. ഏറ്റവും ആദ്യത്തെ ജഡ്ജ്മെന്റ് പറഞ്ഞ ആ ഒരു സെയിം ബെഞ്ച് ഓഫ് ജഡ്ജസ് തന്നെയായിരിക്കും റിവ്യൂ പെറ്റീഷനും ഹിയർ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഹിയറിംഗ് വന്നു കഴിഞ്ഞാൽ അത് ഹിയർ ചെയ്യുക. If a review petition is dismissed, a curative petition can be filed as per Ruba Hora versus Ashok Hora ruling on very narrow grounds similar to a review petition. അതായത് റിവ്യൂ പെറ്റീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ റിവ്യൂ പെറ്റീഷനും ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ക്യൂറേറ്റീവ് പെറ്റീഷന്റെ ഒരു ഐഡിയ ആദ്യമായിട്ട് ജുഡീഷ്യറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2002 രൂപ ഹുറ വേഴ്സസ് അശോക് ഹുറ റൂളിങ്ങിലാണ്. ആ ഒരു കേസിന്റെ റൂളിങ്ങിലാണ് ഇങ്ങനെ ഒരു ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഐഡിയ വരുന്നത്. അപ്പോൾ റിവ്യൂ പെറ്റീഷനും ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറേറ്റീവ് പെറ്റീഷനും കൂടി ഒരു ഹോപ്പ് ഉണ്ട്. പക്ഷെ അത് അത്രയും റെയർ ആയിട്ടുള്ള ഒരു കേസുകളിൽ മാത്രമാണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ കോർട്ട് അലൗ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്താണെന്നുള്ളതാണ്. ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ റെഫേഴ്സ് ടു total value of a country's investment in fixed assets during a specific period such as infrastructure, machinery, equipments and buildings. അതായത് ഒരു രാജ്യത്ത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിൽ ഫിക്സഡ് അസറ്റുകളിൽ ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ടോട്ടൽ വാല്യൂ ആണ് ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ് ഈ ഫിക്സഡ് അസറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ, മെഷീനറി, എക്യുപ്മെന്റ്, ബിൽഡിംഗ്, ഇതൊക്കെ ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഫിക്സഡ് ക്യാപിറ്റലിൽ ഒരു രാജ്യത്ത് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് അതിന്റെ ടോട്ടൽ വാല്യൂ ആണ് ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. It is an essential indicator of economic growth and development as it reflects the level of investment made to enhance productive capacity. അതായത് എത്രത്തോളം നമ്മുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ GFCF റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതുവഴി എക്കണോമിക് ഗ്രോത്തും ഡെവലപ്മെന്റ് എത്രയാണെന്നുള്ളതിന്റെയും കൂടി ഒരു ഇൻഡിക്കേറ്റർ ആണ് GFCF എന്ന് പറയുന്നത്. വേൾഡ് ബാങ്ക് പ്രൊജക്റ്റഡ് എ ഡിക്ലൈൻ ഇൻ GFCF in Indian economy for financial year 2025. It revised India's GDP growth estimate for financial year 25 to 7%, up from 6.6%. അപ്പോൾ ഈ അടുത്തിടെ വേൾഡ് ബാങ്ക് ഇന്ത്യയുടെ CFGF ഡിക്ലൈൻ ആവും. ഫിനാൻഷ്യൽ ഇയർ 2025 GFCF ഇന്ത്യയുടെ കേസിൽ ഡിക്ലൈൻ ആവും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം വേൾഡ് ബാങ്ക് തന്നെ ഇന്ത്യയുടെ GDP 2025 6.6 ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 7% GDP ഗ്രോ ചെയ്യും എന്നാണ് ഇപ്പോൾ വേൾഡ് ബാങ്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഡെസ്പൈറ്റ് ദിസ് ഗ്രോത്ത്, അർബൻ യൂത്ത് unemployment remains high at 17% and India is losing market share in labor intensive sectors like apparel and footwear. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഗ്രോത്ത് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടെങ്കിലും ഈ അർബൻ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് തന്നെയാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. ഏകദേശം 17% ഇന്ത്യയിലെ
അർബൻ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിന്റെ മാർക്കറ്റ് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലാളികൾ ആവശ്യമായിട്ട് വരുന്ന സെക്ടേഴ്സ്. ഇപ്പൊ എക്സാമ്പിൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഫുട്വെയർ, അതായത് ചെരുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, പിന്നെ അപ്പാരൽസ് എന്ന് പറഞ്ഞാൽ വസ്ത്രവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതൊക്കെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ്. പക്ഷെ അതിൽ ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബ്ലാക്ക് കോട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിൻഡ്രോം ആണ്. ഇറ്റ് ഈസ് എ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ആങ്സൈറ്റി ആൻഡ് ഫിയർ എക്സ്പീരിയൻസ്ഡ് ബൈ ഓർഡിനറി സിറ്റിസൺസ് വെൻ ഇന്ററാക്ടിംഗ് വിത്ത് ദ ജുഡീഷ്യൽ സിസ്റ്റം, പർട്ടിക്കുലർലി ഇൻ കോർട്ട് റൂംസ്. അതായത് കോടതി മുറികളിൽ ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണ സിറ്റിസൺ ജുഡീഷ്യൽ സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഭയം, ആ ഒരു കാര്യത്തിനെയാണ് ബ്ലാക്ക് കോട്ട് സിൻഡ്രോം എന്ന പേരിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ ഫ്രേസ് മെറ്റഫോറിക്കലി റെഫേഴ്സ് ടു ട്രഡീഷണൽ ബ്ലാക്ക് കോട്ട്സ് വോൺ ബൈ ലോയേഴ്സ്. അതായത് ലോയർമാർ ധരിക്കുന്ന ഒരു ബ്ലാക്ക് കോട്ടിനെയാണ് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കോട്ട് സിൻഡ്രോം എന്ന പേരിൽ. ദിസ് സിൻഡ്രോം റിഫ്ലെക്ട്സ് ദ ഇമോഷണൽ ആൻഡ് ഫിനാൻഷ്യൽ ബർഡൻ that many individuals, especially those from marginalized backgrounds, ഫേസ് വെൻ സീക്കിംഗ് ജസ്റ്റിസ്. അതായത് ഒരു സാധാരണ കുടുംബത്തിലുള്ള ആൾ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആള്, അവരൊക്കെ ഒരു ജസ്റ്റിസ് സീക്ക് ചെയ്യുന്ന സമയത്ത് അവര് നേരിടേണ്ടി വരുന്ന ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബേർഡൺ ആണ് ഈ ഒരു സിൻഡ്രോമിൽ റിഫ്ലക്റ്റ് ആവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിൻഡ്രോം നമ്മുടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റി ഫിയർ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.